ഇടുക്കി മണ്ഡലത്തിലെ പാലക്കുഴ പഞ്ചായത്തിലെ സെൻട്രൽ കവലയിൽ സ്ഥാപിച്ചിരുന്ന ബിജെപിയുടെ താൽക്കാലിക ബൂത്ത് ഓഫീസ് കത്തിച്ചു. 2 ആഴ്ച മുൻപ് നിർമ്മിച്ച താൽക്കാലിക ഷെഡാണ് ഇന്നലെ രാത്രിയിൽ തീയിട്ട് നശിപ്പിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച ബിജെപി ബൂത്ത് കത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംഭവത്തെ തുടർന്ന് വൻ പോലീസ് സംഘത്തെ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേർന്നുണ്ട്. സുധീഷ്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഇത് CPM-ന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു അക്രമം നടത്തിയതെന്നാണ് വിലയിരുത്തൽ. നേരത്തെയും ഈ പ്രദേശത്ത് BJP പ്രവർത്തകർക്ക് നേരെയും മറ്റും അക്രമം നടത്തിയ ഒരു ചരിത്രമാണ് ഇത് സംബന്ധിച്ച് BJP പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നലെ രാത്രിയിൽ CPM ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഇന്ന് MM മണി പങ്കെടുക്കുന്ന പ്രചരണ പരിപാടിയുടെ പോസ്റ്ററും മറ്റും ഒട്ടിക്കുന്ന ഇതിൽ ഏർപ്പെട്ടിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനിടയിലാണ് ആക്രമണം നടത്തിയതെന്നാണ് BJPയുടെ വിലയിരുത്തൽ. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്ഥലത്ത് ഇപ്പോൾ വലിയ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഇവിടെ പ്രത്യേക പരിശോധനകൾ നടത്തി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് BJP നിയോജകമണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയും രേഖപ്പെടുത്തുന്നത്. BJPയുടെ സഹപ്രഹാരിയായിട്ടുള്ള നളിൻ കുമാർ കട്ടിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടെ പ്രദേശം സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിഷ്ണു, സുധീഷ്, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിച്ച സ്ഥലത്ത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാനുള്ളൊരു ശ്രമമായിട്ട് വേണ്ടേ ഇതിനെ കണക്കാക്കാൻ? വിഷ്ണു, അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ചിട്ടയായ പ്രചരണമാണ് അവിടെ NDA നടത്തുന്നത്. അതിലെ ഒരു അങ്കലാപ്പും അതിലുപരി ഇതൊരു സംഘർഷത്തിലേക്ക് കൊണ്ടുവന്ന് വോട്ടിംഗ് ശതമാനം, അതായത് ഇടതുമുന്നണിക്ക് എതിരായിട്ടുള്ള വോട്ടിംഗ് കുറയ്ക്കുന്നതിനും മറ്റുമുള്ള ബോധപൂർവമുള്ള ഒരു നീക്കമാണെന്നുള്ള ആക്ഷേപമാണ് BJP ഉന്നയിക്കുന്നത്. എന്തു തന്നെയായാലും ഇത് വളരെ ആസൂത്രിതമായുള്ള ഒരു അക്രമമായി തന്നെയാണ് കണക്കാക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. സുധീഷ് ഗോപാലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.